ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് BSc കാർഡിയാക് ടെക്നോളജിയെ പറ്റിയിട്ടാണ്. അപ്പോൾ BSc കാർഡിയാക് ടെക്നോളജി കോഴ്സ് എന്താണ്, അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്കോപ്പും പിന്നെ ജോലി സാധ്യതകളും എല്ലാം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 ബയോളജി സയൻസ് എടുത്തവർക്കാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. മറ്റെല്ലാ അലൈഡ് കോഴ്സുകളെ പോലെ തന്നെ ഈ ഒരു കോഴ്സിനും 4 വർഷമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 3 വർഷം കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. അപ്പോൾ ഞാനിത് വലിച്ചു നീട്ടി അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖല തന്നെയാണ് കാർഡിയോളജി. അപ്പോൾ ഈ ഒരു കോഴ്സ് 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ട് പേരുകളിലും വ്യത്യാസം വരുന്നുണ്ട്. കാർഡിയോ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, കാർഡിയോ വാസ്കുലർ ടെക്നോളജി. എങ്കിലും ഇത് ഒരു കോഴ്സ് തന്നെയാണ്. കാർഡിയോ വാസ്കുലർ ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വാൾവ് സംബന്ധമായിട്ടുള്ള കുറച്ച് സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മെയിനായിട്ട് ഇത് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതലായിട്ട് ഈ ഒരു കോഴ്സ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സൊക്കെ ഉള്ള കോളേജുകൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും പറയുന്നില്ല, നിങ്ങൾ എന്തായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതിന്റെ പേര് പോലെ തന്നെ നിങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി പറയുന്നത്. ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കൊരു ഹാർട്ടിന് ഒരു ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സർജറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാർട്ടിൽ എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആൻജിയോഗ്രാം, അതുപോലെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ആൻജിയോപ്ലാസ്റ്റി, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് സർജറി മുതലായൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു കാർഡിയോളജിസ്റ്റിന്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഒരു കാർഡിയാക് ടെക്നോളജിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി വരുന്നത് കാത്ത് ലാബിലാണ്. മെയിൻ പ്രോസസ്സിന് മുന്നായിട്ട് രോഗിയുടെ ബയോകെമിസ്ട്രി നോക്കുക, അവരെ കെയർ ചെയ്യുക, അതുപോലെ എക്കോ, ECG മുതലായൊക്കെ ചെക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി വരുന്നത്. മറ്റു പാരാമെഡിക്കൽ കോഴ്സിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു കോഴ്സിന് കമ്പാരിറ്റീവ്ലി കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡ്യൂട്ടി വരുന്നത് കാത്ത് ലാബിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ജോലി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അക്കാദമിക് ഇയറിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം 10-15 ഉള്ളിലാണ്. യൂണിവേഴ്സിറ്റി അത്രയും സീറ്റുകളാണ് ഒരു കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ സാലറി സ്കെയിൽ ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പല കോളേജുകളിലും ഉണ്ട്. അപ്പം പല കോളേജിലും പല ഫീസിലാണ്. ഏറ്റവും കുറഞ്ഞ ഫീസിലും കൂടിയ ഫീസും ഉള്ള കോളേജിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നല്ല നല്ല കോളേജുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കോളേജിലുള്ള ഫീസിനെക്കാട്ടിയും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് നമ്മൾ അഡ്മിഷൻ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ ത്രൂ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കോഴ്സിനായാലും അഡ്മിഷനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലരും നിങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട്, പല ഓഫറും പറഞ്ഞിട്ട്. പല കോളേജുകളിലും ഡൊണേഷൻ ഉണ്ടെങ്കിൽ പോലും ഓവർ ഡൊണേഷനൊക്കെ നിങ്ങളോട് പറഞ്ഞ് പലരും അഡ്മിഷന് വേണ്ടി തയ്യാറാവാറുണ്ട്. അത് നിങ്ങൾ പറ്റിക്കപ്പെടരുത്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അഡ്മിഷൻ ഫീസിൽ ഡൊണേഷനിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അഡ്മിഷൻ ചെയ്ത് തരുന്നതായിരിക്കും. യാതൊരുവിധ ചൂഷണത്തിന് നിങ്ങളെ ഇരയാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത ഏത് കോഴ്സ് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അക്കാദമിക് ഇയറിൽ നല്ല രീതിയിൽ നല്ല കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തൊരു വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.